സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓർത്തിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 40-ാം സങ്കീർത്തനം 3-ാം വാക്യം നമുക്ക് വായിക്കാം. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ദാവീദ് ഒരു കാര്യമേ ചെയ്തുള്ളൂ. ദാവീദ് പാപമോചനത്തിന് വേണ്ടി ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്കായി കാത്തിരുന്നു. പക്ഷേ ദൈവം 6 കാര്യങ്ങൾ ചെയ്തു. ദൈവം കരുണയുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ചുവട് നാം മുന്നോട്ട് വെച്ചാൽ ദൈവം എത്രയോ ചുവടുകൾ മുന്നോട്ട് വെച്ച് വരും നമ്മുടെ അരികിലേക്ക്. ദൈവം നമ്മിൽ നിന്ന് മാറിപ്പോവുകയില്ല. ദൈവം നമ്മിൽ നിന്ന് ദൂരെ മാറി നിൽക്കുകയില്ല. പ്രാർത്ഥിച്ചു ചെല്ലുന്ന പാവപ്പെട്ടവനെ ചേർത്തണയ്ക്കുന്നവനാണ് ദൈവം. ഇത് കേൾക്കുന്ന നിങ്ങൾ ചിലർക്ക് ഇതങ്ങനെ അനുഭവമില്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടത്, നിങ്ങൾ നിലവിളിച്ചപ്പോൾ ദൈവം നിങ്ങളെ സാന്ത്വനപ്പെടുത്തിയത്, നിങ്ങൾ ഏങ്ങലടിച്ചപ്പോൾ കർത്താവ് വന്ന് നിങ്ങളെ തഴുകിയത്, നിങ്ങൾക്ക് ചിലർക്ക് അനുഭവങ്ങളില്ലേ? സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം തത്വങ്ങളുടെ ജീവിതമല്ല, അനുഭവങ്ങളുടെ ജീവിതമാണ്. അനുഭവങ്ങൾ. സത്യമായ ഒരു ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. യാചനകൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ് പ്രിയരെ. ദാവീദ് ഒരു കാര്യമേ ചെയ്തുള്ളൂ. ദാവീദ് യഹോവയ്ക്കായി കാത്തിരുന്നു. ദാവീദ് നിലവിളിച്ചുകൊണ്ട് കാത്തിരുന്നു. ദാവീദ് അനുതപിച്ചുകൊണ്ട് കാത്തിരുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരുന്നു. കൃപ കിട്ടുവോളം കാത്തിരുന്നു. പിന്നൊരവസരത്തിൽ ദാവീദ് പറയുന്നുണ്ട്, സങ്കീർത്തനത്തിൽ തന്നെയാണ്, 123-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് അങ്ങനെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കാത്തിരിപ്പ്. കാത്തിരുന്നു എന്നല്ല ദാവീദ് പറയുന്നത്, കാത്തിരുന്നു. വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നു.
27-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനം അങ്ങനെയാണ് കാണുന്നത്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. വെയിറ്റ് പേഷ്യൻലി ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി ക്ഷമയോടെ, ദൈവത്തിന് വേണ്ടി സഹിഷ്ണുതയോടെ, ദൈവത്തിന് വേണ്ടി മടുപ്പില്ലാതെ കാത്തുകാത്തിരിക്കുക. ദാവീദ് കാത്തുകാത്തിരുന്നു. എന്താണ് പറഞ്ഞത്? സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിൻ്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക്. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുക. മറുപടി കിട്ടുന്നതുവരെയും കാത്തിരിക്കുക. കർത്താവേ, നീ എനിക്കൊരു സമാധാനം തരാതെ ഞാൻ എഴുന്നേൽക്കുന്നില്ല. നിൻ്റെ കൃപ എൻ്റെ മേൽ വരാതെ ഞാൻ ഈ മുട്ടിമേൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. കർത്താവേ, എനിക്ക് നീ എൻ്റെ പ്രാർത്ഥന കേട്ടുവെന്ന് ഉറപ്പ് കിട്ടാതെ ഞാൻ എഴുന്നേറ്റിട്ട് എങ്ങോട്ട് പോകാനാണ് കർത്താവേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവനുള്ള ക്രിസ്തുവിനോട് സൗഹൃദ സംഭാഷണം നടത്താം. സഹോദരങ്ങളെ, അത് നിങ്ങൾക്കാകാം, ആർക്കുമാകാം. അതിന് ഇതുവരെയുള്ള ജീവിതം എങ്ങനെയും നോക്കണ്ട, എനിക്കതിന് യോഗ്യതയില്ലെന്ന് ആരും ചിന്തിക്കണ്ട. ജീവനുള്ള ക്രിസ്തുവിനോട് സൗഹൃദ സംഭാഷണം. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിൻ്റെ മധുരാർദ്രമായ സംഭാഷണം, സ്നേഹത്തിൻ്റെ മധുരോദാരമായ സംഭാഷണം. ദൈവത്തോട് മധുരങ്കിനി എന്ന വാക്കുകൾ ക്രിസ്തുവിൽ നമുക്ക് കിട്ടും. നമുക്ക് സ്നേഹത്തിൻ്റെ ആ അളവറ്റ ആനന്ദാതിരേകം അലതല്ലുന്ന വാക്കുകൾ ക്രിസ്തുവിനോട് പറയുകയും ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുക. കരുണ കിട്ടുന്നവരെയും നോക്കിക്കൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 3 മാസം പ്രാർത്ഥിച്ചു, മറുപടിയില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. തളരണ്ട പ്രിയപ്പെട്ടവരെ, തളരണ്ട. ദൈവത്തിന് സ്തോത്രം. അനേകം അനുഭവങ്ങളുടെ പിൻബലത്തിലാണ് ബലഹീന ഞാനിത് നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന് ഈ പാവപ്പെട്ട മനുഷ്യന് അനേകം അനുഭവങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കരഞ്ഞ് മുട്ടിപ്പായി കർത്താവെ നീ എന്നെ ഒന്ന് താങ്ങണമെന്ന് പറഞ്ഞിട്ടുള്ളപ്പോൾ അതിന് മറുപടി തരാതെ കർത്താവ് കടന്നു പോയിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്കും അനുഭവങ്ങൾ കാണും. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അപ്പോൾ ദാവീദ് നിലവിളിച്ചുകൊണ്ട് കാത്തിരുന്നപ്പോൾ, കൃപ കിട്ടുവോളം കാത്തിരുന്നപ്പോൾ അപ്പോൾ എന്തെല്ലാം ഉണ്ടായി? 6 കാര്യങ്ങളുണ്ടായി. 1, അവൻ എങ്കലേക്ക് ചാഞ്ഞു. ദാവീദിൻ്റെ അരികിലേക്ക് ചാഞ്ഞു വന്നു. ഉന്നതത്തിൽ വസിക്കുന്നവനായ ദൈവം, സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവം, അത്യുന്നതനായ ദൈവം, ആകാശഗോളങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവം, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ മെനഞ്ഞതാതിൻ്റെ സ്ഥാനത്താക്കിയവനായ ദൈവം പാവപ്പെട്ട മനുഷ്യൻ്റെ അരികിലേക്ക് ചാഞ്ഞ് താണിറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ എങ്കലേക്ക് ചാഞ്ഞു. തീർന്നില്ല. ദാവീദിൻ്റെ അരികിലേക്ക് ചാഞ്ഞു വന്ന ദൈവം ദാവീദിൻ്റെ നിലവിളി കേട്ടാണ് ചാഞ്ഞു വന്നത്. സഹോദരങ്ങളെ, 1 ചാഞ്ഞു വന്നു, 2 നിലവിളി കേട്ടു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ഈ മധുരാനുഭവം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കണം. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കണം. കർത്താവേ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ രോഗം നീ ഒന്ന് തൊടണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന എൻ്റെ മോളെ നീ ഒന്ന് സന്ദർശിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ബെഡിൽ ഇപ്പോഴും എണീക്കാൻ വയ്യാതെ കിടക്കുന്ന എൻ്റെ അമ്മയെ നീ ഒന്ന് താങ്ങണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, എൻ്റെ ഭർത്താവ് ഉറക്കം വരാതെ മനസ്സമാധാനമില്ലാതെ അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും രാത്രി കിടക്കയിൽ കിടക്കുന്നു. എൻ്റെ കർത്താവെ, ഉറക്കം വരാതെ വിഷമിച്ച് കിടക്കുന്നു. ഒരാശ്വാസം എൻ്റെ ഭർത്താവിന് നീ തരണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട്? തീർച്ചയായിട്ടുമുണ്ട്. നിങ്ങൾക്ക് ഈ ഭൗതികമായ കാര്യങ്ങൾ തന്നെ പലതും പറയാനില്ലേ? ഇല്ലേ? എൻ്റെ ദൈവമേ, എനിക്ക് പരീക്ഷ പാസ്സാക്കി തരണം, എനിക്കൊരു തൊഴിൽ തരണം, എനിക്കൊരു വരുമാന മാർഗം തരണം, എനിക്ക് എൻ്റെ കടമൊന്ന് മാറ്റി തരണം, എൻ്റെ ഈ പൈസയുടെ ഞെരുക്കവും തീർത്തു തരണം. എൻ്റെ കർത്താവേ, എനിക്ക് മുന്നോട്ട് പോകാനൊരു വഴിയും കാണുന്നില്ലല്ലോ. മനുഷ്യരുടെ മുമ്പിൽ ഞാനിതാ അവഹേളിതനായി തീരുകയാണല്ലോ, അപഹസിക്കപ്പെട്ടു പോകുന്നല്ലോ, ഞാൻ നിന്ദിതനായി തീരുന്നല്ലോ, എൻ്റെ നിലയും വിലയും ഞാൻ കളഞ്ഞു കുളിച്ചു പോയല്ലോ. കർത്താവേ, തക്ക സമയത്ത് കൊടുക്കാൻ വയ്യാതെ, കൊടുക്കാൻ മാർഗമില്ല, ഞാൻ വലയുന്നല്ലോ, എനിക്കൊരു പരിഹാരം തരണം. ദൈവമക്കളെ, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ദൈവത്തോട് പറയാനുണ്ട്.
ദൈവത്തിന് സ്തോത്രം. എല്ലാം എണ്ണി എണ്ണി പറയാം, എല്ലാം ദൈവത്തോട് നിങ്ങൾക്ക് ബോധിപ്പിക്കാം. സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നിലവിളിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ ചാഞ്ഞു വരും. അവൻ നമ്മുടെ നിലവിളി കേൾക്കും. 1, അവൻ എങ്കലേക്ക് ചാഞ്ഞു. 2, അവൻ എൻ്റെ നിലവിളി കേട്ടു. 3, അവൻ എന്നെ കയറ്റി. എവിടെ നിന്നാണ് കയറ്റിയത്? ഞാൻ കിടന്ന് നിലവിളിച്ചത് നാശകരമായ കുഴിയിലാണ്. ഞാൻ കിടന്ന് നിലവിളിച്ച് കാത്ത് കിടന്നത് അത് കുഴഞ്ഞ ചേറ്റിലാണ്. കുഴി, നാശകരമായ കുഴി, അത് പാപത്തിൻ്റെ കുഴിയാണ്. ഈ കുഴഞ്ഞ ചേർ ഏതാണ്? അത് നിരാശയുടെ ചേറാണ്. ഞാൻ കയറാൻ ശ്രമിക്കും തോറും താണു പോകുന്നു. പാപക്കുഴിയിൽ നിന്ന് കരയേറാൻ ഞാൻ ശ്രമിക്കും തോറും താണു പോകുന്നു. പാപത്തിൻ്റെ കുഴി, എനിക്ക് കരയേറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിരാശ. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. സ്നേഹിതരെ, നിങ്ങളാരെങ്കിലും പാപക്കുഴിയിൽ വീണ് കിടക്കുന്നുണ്ടോ? പാപത്തിൻ്റെ കുഴിയിൽ, ചേറിൽ വീണ് കിടക്കുന്നുണ്ടോ? നാശകരമായ കുഴിയിൽ, നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കുഴിയിൽ ആരെങ്കിലും വീണ് കിടക്കുന്നുണ്ടോ? സ്നേഹിതരെ, നാശകരമായ കുഴിയിലാണെന്ന് നിങ്ങൾ ദൈവത്തോട് പറയുക. ഞാൻ അപകടത്തിലായി എന്ന് പറയുക. എൻ്റെ അശ്രദ്ധ മൂലം ഞാൻ ഈ നാശകരമായ കുഴിയിൽ വീണുപോയി എന്ന് നിങ്ങൾ പറയുക. എൻ്റെ ദൈവമേ, ഞാൻ ഒരിക്കലും നിരൂപിച്ചില്ല ഇങ്ങനൊരു അപകടത്തിൽ വീഴുമെന്ന്. ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല ഇങ്ങനൊരു അബദ്ധത്തിലേക്കാണ് ഞാൻ നീങ്ങുന്നതെന്ന്. എനിക്ക് മുന്നറിയിപ്പുകൾ കിട്ടിയതാണ്, എനിക്ക് ആവശ്യമുള്ള വചനം ലഭിച്ചതാണ്. പക്ഷേ ഞാനത് പരിഗണിക്കാതെ ഞാൻ നാശത്തിലേക്ക് ഞാൻ സ്വയം കാലെടുത്ത് വെച്ചുപോയി. നാശകരമായ കുഴിയിൽ ഞാൻ വീണുപോയി. ഇപ്പോൾ എനിക്ക് കയറണമെന്നുണ്ട് കർത്താവേ, പക്ഷേ ഞാൻ കുഴഞ്ഞ ചേറ്റിൽ താണു പോവുകയാണ്. കുഴഞ്ഞ ചേറ്റിൽ താണു പോകുന്നു. അനേകം ആളുകൾ ഇന്ന് നിരാശയിലാണ്. മദ്യപാനം വിടണമെന്നുണ്ട്. മദ്യപാനം മൂലം ഭൂമി വിറ്റ് ഇതാ വീടും പറമ്പും എല്ലാം വിറ്റ് ഇന്ന് വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട്. മദ്യപാനം മൂലം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം തുടരാൻ നിർവാഹമില്ലാതെ, അവർക്ക് പഠിക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്ന രീതിയിൽ കുടുംബം തകരാറിലായി പോയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് കരയണമെന്നില്ലാഞ്ഞിട്ടല്ല, ഉണ്ട്. മദ്യപാനം വിടണമെന്നുണ്ട്. ചിലപ്പോൾ തീരുമാനമെടുത്തു, എന്നാൽ എങ്ങനെയോ പിന്നെയും അതിൽ കുടുങ്ങിപ്പോയി, പിന്നെയും അതിൽ വീണുപോയി. ഇതുപോലെ എത്രയെത്ര പാപങ്ങൾ കുഴഞ്ഞ ചേറ്റിൽ കരയേറാൻ സാധിക്കാതെ താണു പോകുന്നു. ചില ദിവസങ്ങൾ പിടിച്ചു നിൽക്കും, ചില ദിവസങ്ങൾ തീരുമാനം ഉറച്ചു നിൽക്കും. ഇനി കോപിക്കില്ല എന്ന് തീരുമാനിച്ചു, കുറച്ച് ദിവസം കോപിക്കാതെ നിന്നു. പിന്നെയും കോപം, അത് വാശിയോടെ, ഇരട്ടി ശക്തിയോടെ, ക്രോധാവേശത്തോടെ ദേഷ്യം വന്ന് പുകഞ്ഞു കയറി. അല്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയില്ലേ? ഓർത്തു നോക്കൂ. വേണ്ട എന്ന് വെച്ചതാണ്, പക്ഷേ പിന്നെയും ആ പാപത്തിൽ വീണുപോയി. കുഴഞ്ഞ ചേറ്റിൽ താണു പോവുകയാണ്. നിരാശയുടെ പടുകുഴിയിലേക്ക് താണു പോവുകയാണ്. പാപത്തിൻ്റെ വിനാശഗർത്തത്തിലേക്ക് താണു പോവുകയാണ്. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളോട് ഇതിനു മുമ്പ് അവസരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മനോഹരമായ ഒരു ഉദാഹരണ സംഭവം. ഒരു ചതുപ്പ് നിലത്തിൽ ഒരു മനുഷ്യൻ ചെന്ന് പെട്ടതായ കാര്യം. ചതുപ്പ് നിലം, ഈ ചതുപ്പ് നിലത്തിൽ നിന്ന് കരയേറാൻ സാധിക്കുകയില്ല. കാരണം താണു പോവുകയുള്ളൂ. അതിൽ പെട്ടുപോയാൽ താണു പോകും. പുറമേ നല്ലതുപോലെ പുല്ലുമെത്തി മേതാളിച്ച് അങ്ങനെ വളരുന്നു, തഴച്ചു വളരുന്നു. അതൊരു ചതുപ്പ് നിലമാണെന്നറിയാതെ കന്നുകാലി മേഞ്ഞ് അതിനകത്ത് ചെല്ലും, താണുപോകും, കരയേറാൻ സാധിക്കുകയില്ല. അഗാധമായ ചെളിക്കുണ്ടിലേക്ക് താണുപോകും. അതാണ് ഈ ചതുപ്പ് നിലം പോലും. പ്രിയപ്പെട്ടവരെ, അതിനകത്തൊരു മനുഷ്യൻ ചെന്ന് പെട്ടു എന്നാണ് കഥ. ഒരു മനുഷ്യൻ അതിനകത്ത് ചെന്ന് പെട്ടു, പാവം. ആ മനുഷ്യൻ അതിൽ ചെന്ന് പെട്ടു എന്ന് മനസ്സിലായപ്പോൾ എങ്ങനെയും രക്ഷപ്പെടണമെന്നായി താണു പോകുന്നു. കാല് താണു പോകുന്നു. ഒരു കാൽ ഊന്നിക്കൊണ്ട് മറ്റേ കാൽ ഉയർത്താൻ നോക്കി. അപ്പോൾ ആ കാലും താഴുകയാണ്. ആ ഊന്നിയ കാല് താഴുന്നു. പിന്നെ ആദ്യത്തെ കാല് പിന്നെ ഊന്നിക്കൊണ്ട് മറ്റേ കാൽ ഉയർത്താൻ നോക്കി, അതും താഴുന്നു. പടിപടിയായി താണു പോകുന്നു. ഓരോ ശ്രമത്തിലും താഴോട്ടാണ്, ഓരോ പരിശ്രമത്തിലും താഴോട്ടാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിക്കുന്നത്? പാവം ഇതാ നെഞ്ചറ്റം ചെളിയിലായി, കഴുത്തറ്റം ചെളിയിലായി. പാവം കൈ രണ്ടും പൊക്കി. കരയിൽ നിന്ന് ആളുകൾ ചിലർ പറയുന്നുണ്ട്, അയ്യോ നീ അങ്ങനെ അതിനകത്ത് പെട്ടുപോയി, സങ്കടമായി പോയല്ലോ, കഷ്ടമായി പോയല്ലോ, അതിനകത്ത് പെട്ടുപോയില്ലേ, ഇനി എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യുക, നീ നിൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് നീ അങ്ങ് പൊങ്ങ്. ആളുകൾ പറയുന്നുണ്ട്. വലുത് സാധിക്കുമോ?
ഉണ്ടോ? സാധിക്കുമോ? മനുഷ്യൻ എത്ര ശ്രമിച്ചാലും ഈ ചതുപ്പ് നിലത്തിലെ ചെളിയിൽ നിന്ന്, പുതഞ്ഞ ചെളിയിൽ നിന്ന് കരയാൻ സാധിക്കുകയില്ല. പാവം ആ മനുഷ്യനിപ്പോൾ ഉപദേശമല്ല വേണ്ടത്. ആ മനുഷ്യനിപ്പോൾ വേറെ ഒന്നുകൊണ്ടും സാധിക്കുകയില്ല. മുകളിൽ നിന്നൊരു കരം വന്ന് അയാൾ ഉയർത്തുകയല്ലാതെ അയാൾക്ക് പൊങ്ങാൻ ഒരു പോംവഴിയില്ല. അവിടെ കരയിൽ നിന്ന് ഉപദേശിക്കുന്ന ആളുകൾ ആരെങ്കിലും ഇറങ്ങി വന്ന് പിടിച്ചാൽ അവരും താണുപോകും, അവർക്കും രക്ഷയില്ല. കാരണം ഈ നിലത്ത് ചവിട്ടിയല്ലേ ഇവനെ ഉയർത്താൻ ശ്രമിക്കാൻ പറ്റൂ. ഈ നിലത്ത് ചവിട്ടിയാൽ ആരും താണുപോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കഥ പറഞ്ഞു പോകുന്നത് വളരെ മധുരതരമായ ഒരു നല്ല ഉദാഹരണമായിട്ടാണ്. ഒരു ഹെലികോപ്റ്റർ പറന്നു വന്നു, ഒരു വിമാനം പറന്ന് താണു വന്നു. ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു വലിയ വടം ഇങ്ങോട്ട് താഴ്ത്തി കൊടുത്തു. വലിയൊരു വടം പറഞ്ഞു. ആ നല്ല മനുഷ്യൻ, ഹെലികോപ്റ്റർ ഓടിച്ചു വന്ന മനുഷ്യൻ പറഞ്ഞു, ഇതിൽ നല്ലപോലെ മുറുകെ പിടിച്ചുകൊള്ളണം, പിടിവിടരുത്, നല്ലതുപോലെ മുറുകെ പിടിച്ചുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ, ഈ താണു പോകുന്ന മനുഷ്യൻ, കുറേശ്ശെയായി താണുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആ മുകളിൽ നിന്ന് നീട്ടിക്കൊടുത്ത വടത്തിൽ ചാടി പിടിച്ചു, മുറുകെ പിടിച്ചു, ഇറുകെ പിടിച്ചു. എന്നിട്ട് നോക്കുമ്പോഴുണ്ട് ആ വടം ഇതാ വലിച്ച് പൊക്കിയെടുക്കുന്നു. ഭാഗ്യം സഹോദരങ്ങളെ, എന്തൊരു ഭാഗ്യം! ആ മനുഷ്യനെ ആ ഹെലികോപ്റ്ററിലാക്കി പറന്നു. അവിടെ ഉറച്ച നിലത്ത് അയാളെ കൊണ്ടുപോയി ആക്കി. ഇതൊരു കഥയായിരിക്കാം, എന്നാൽ ഇതിനകത്തുള്ള സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാ ഈ മുകളിൽ നിന്ന് പറന്നു വന്ന് ഈ ചെളിയിൽ തൊടാത്ത ഹെലികോപ്റ്ററിൽ മാത്രമേ ഈ മനുഷ്യൻ രക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് അതിൻ്റെ അർത്ഥം? സഹോദരങ്ങളെ, പാപത്തിൽ തൊടാത്ത ഒരേ ഒരാളുണ്ട് ലോകത്ത്. പാപം തൊടാത്ത ഒരേ ഒരാൾ, ഈ ചെളിയിൽ ചവിട്ടാത്ത ഒരേ ഒരാളുണ്ട്, ഈ ചതുപ്പ് നിലത്തിൽ തൊടാത്ത ഒരേ ഒരാളുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങളിൽ ആര് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് വെല്ലുവിളിച്ച കർത്താവായ യേശു ക്രിസ്തുവാണത്. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്ന് ഘാതകനായ യൂദാ പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവാണത്. ഈ മനുഷ്യൻ ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പീലാത്തോസിന്റെ ഭാര്യ പ്രത്യേകം ചട്ടം കെട്ടിയ കർത്താവായ യേശു ക്രിസ്തുവാണത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ക്രൂശിച്ച ശതാധിപൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. സത്യം, ദൈവത്തിന് സ്തോത്രം. നീതിമാനെന്ന് ആ ശതാധിപൻ പോലും പറഞ്ഞു, പട്ടാളപ്രമാണി പോലും പറഞ്ഞു ഇവൻ നീതിമാനായിരുന്നു എന്ന്. ഇതാ പീലാത്തോസ് വിധിച്ചു, ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പിനെന്ന്. ഒരു കുറ്റവും ഇല്ലാത്ത ദൈവപുത്രൻ, അവന് മാത്രമേ പാപിയെ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ, പാപിയെ ഉയർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്നേഹിതരെ, നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മേൽ ഈ രക്ഷയുടെ ചരട് താണു വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും നേരെ ഈ രക്ഷയുടെ ചരടിപ്പോൾ തൂങ്ങിക്കിടപ്പുണ്ട്. ആർക്കും കയറി പിടിക്കാം. മകനെ, കഴിഞ്ഞ കാലങ്ങൾ എങ്ങനെയെന്ന് നോക്കണ്ട. ഇന്ന് നിന്റെ മുൻപിലേക്ക് താണിറക്കി തന്നിരിക്കുന്ന രക്ഷയുടെ ഈ അനുഗ്രഹീതമായ ചരടിൽ നീ പിടിക്കുമെങ്കിൽ, ഈ ചുവന്ന ചരടിൽ നീ പിടിക്കുമെങ്കിൽ, രക്താങ്കിതമായ ചരടിൽ നീ പിടിക്കുമെങ്കിൽ, രക്തം പൊടിയുന്ന ഈ ചരടിൽ നീ പിടിക്കുമെങ്കിൽ, പ്രിയനെ, ആണിപ്പാടുള്ള ഈ കരത്തിൽ നീ പിടിക്കുമെങ്കിൽ, നിന്നെ അവൻ പൊക്കിയെടുക്കും, നിന്നെ അവൻ ഉയർത്തിയെടുക്കും. നിന്നെ അവൻ ഈ ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ചേറ്റിൽ നിന്നും വലിച്ചു കയറ്റും. ആലങ്കാരികമായ ഭാഷ പോകട്ടെ, നമുക്ക് അനുഭവത്തിലെടുക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തോടെ യേശുവിലേക്ക് ധ്യാനാത്മകമായി ഒന്ന് നോക്കിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഞാൻ നിരാശയിലേക്ക് താണു പോകുന്നല്ലോ, എനിക്കൊരു കരയേറ്റം തരണമേ, എന്നെ നീ ഒന്ന് ഉയർത്തണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ഈ പാപ സ്വഭാവം എനിക്ക് നീ ഒന്ന് മാറ്റി തരണമേ. കർത്താവേ, ഞാൻ വീണ്ടും പാപത്തിൽ വീണു പോകുന്നല്ലോ, എൻ്റെ ജീവിതം ആകെ അസ്വസ്ഥമാണല്ലോ, ഒരിടത്തും എനിക്കൊരു കരയേറ്റം കിട്ടുന്നില്ലല്ലോ, എല്ലായിടത്തും എനിക്ക് പരാജയമാണല്ലോ കർത്താവേ, എനിക്കൊരു ജയജീവിതം കിട്ടുന്നില്ലല്ലോ. നീ എനിക്കൊരു ജയം തരുമോ കർത്താവേ? നിനക്കത് കഴിയുമല്ലോ കർത്താവേ. എനിക്ക് ജയം തരാനല്ലേ നീ പരാജയപ്പെട്ടവനെ പോലെ കുരിശിൽ മരിച്ചത്? എൻ്റെ കർത്താവേ, എന്നെ ജയിപ്പിക്കാനല്ലേ നീ പരാജിതനെ പോലെ കുരിശിൽ കിടന്നത്? ഞാനത് വിശ്വസിക്കുന്നു കർത്താവേ. എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവും എനിക്കില്ല. എന്നാൽ നാഥ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ദൈവമേ, നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ നേരെ നീട്ടിയിരിക്കുന്നത് ഞാൻ വിശ്വാസത്തോടെ കാണുകയാണ് കർത്താവേ. ആ കരത്തിൽ എനിക്ക് കഴിവില്ലെങ്കിലും എൻ്റെ എളിമയിൽ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹത്തോടെ ആ കരത്തിൽ ഞാനൊന്ന് പിടിച്ചുകൊള്ളട്ടെ. എൻ്റെ കർത്താവേ, എനിക്ക് നിൻ്റെ കരത്തിൽ പിടിക്കാനുള്ള യോഗ്യതയില്ലല്ലോ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യുമോ കർത്താവേ? എനിക്ക് നിൻ്റെ കരത്തിൽ പിടിക്കാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ട് നിൻ്റെ കരം എന്നെ ഒന്ന് പിടിക്കാമോ? എന്നെ പിടിച്ച് കർത്താവേ, നിൻ്റെ ആണിപ്പാടുള്ള കരം എന്നെ പിടിച്ച് ഒന്ന് ഉയർത്താമോ? ഈ പാപത്തിന് ചെളിക്കുണ്ടിലേക്ക് ഇനി ഞാൻ താഴാ നോക്കിക്കൊള്ളാം, ഇനി ഞാൻ അശുദ്ധിയിലേക്ക് വീഴാ സൂക്ഷിച്ചുകൊള്ളാം. അഴുക്ക് ബന്ധങ്ങളിലേക്കും അഴുക്കായ ദുസ്വഭാവ പ്രകൃതികളിലേക്കും പോകാതെ ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. കുടുംബത്തിൽ ഒരു
ഒരു സമാധാന പുത്രനായി ഞാൻ ജീവിച്ചു കൊള്ളാം. എൻ്റെ കുടുംബത്തിൽ ഒരാശ്വാസ പുത്രിയായി ഞാൻ ജീവിച്ചു കൊള്ളാം. എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു സമാധാനം നൽകുന്ന മകനായി ഞാൻ ജീവിച്ചു കൊള്ളാം. എൻ്റെ കുടുംബത്തിൽ ഞാനൊരു അനുഗ്രഹപാത്രമായി ജീവിച്ചു കൊള്ളാം. കരുണയുള്ള ദൈവമേ, ഇന്ന് നീ എന്നെ ഒന്ന് ഉയർത്തിയെടുക്കണമേ. ഇന്ന് നീ എനിക്കൊരു വിജയം തരണമേ. ഇന്ന് എൻ്റെ മേൽ നിന്റെ കരമൊന്ന് പിടിക്കണമേ. എൻ്റെ മാനസികമായ ദൗർബല്യങ്ങൾ മാറ്റിത്തരണമേ. എൻ്റെ മന്ദബുദ്ധി മാറ്റിത്തരണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ സംശയങ്ങളും അവിശ്വാസങ്ങളും എന്നിൽ നിന്ന് പറിച്ചു മാറ്റണമേ കർത്താവേ. ജീവനുള്ള ദൈവമേ, ഇപ്പോൾ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുകയാണ്. നിന്റെ കരുണയ്ക്കായി ഞാൻ ഇരക്കുകയാണ്. നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാനിതാ കെഞ്ചുകയാണ്. എൻ്റെ മേൽ നിന്റെ അനുഗ്രഹത്തിൻ്റെ കരമൊന്ന് നീണ്ടു വരണമേ. എന്നെ നീ ഒന്ന് പിടിക്കണമേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നെ നീ ഒന്ന് പിടിച്ച് ഈ ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ ഒന്ന് ഉയർത്തണമേ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനം സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. പ്രിയരെ, അനേകർ നിങ്ങൾ താണു പോകുന്നവന് ജയം കിട്ടിയത് കണ്ട് അനേകർ ദൈവത്തെ സ്തുതിക്കും. താണു പോയവൻ, പരാജയപ്പെട്ടു പോയവൻ, എന്നും തോൽവി അടഞ്ഞവൻ, എന്നും കുടുംബം കലക്കിയവൻ, എന്നും ജീവിതത്തിൽ അസ്വസ്ഥത ഉളവാക്കിയവൻ അവനുണ്ട്. ഇന്ന് വീട്ടിലെ സമാധാനപുത്രനായി തീർന്നപ്പോൾ, ഇന്ന് ഭാര്യയ്ക്ക് ആശ്വാസമായി തീർന്നപ്പോൾ, ഇന്ന് ഭർത്താവിന് കുളിരേകിയപ്പോൾ, ഭർത്താവിന് കുളിർമ പകർന്നപ്പോൾ അത് കണ്ട് പലരും യഹോവയിൽ ആശ്രയിക്കും. ഇവനിൽ വ്യത്യാസം വരുത്തിയ ദൈവം എന്നിലും വ്യത്യാസം വരുത്തുമെന്ന് അനേകർ ചിന്തിക്കാൻ കാരണമാകും. ഇവന് മാറ്റം കൊടുത്ത ദൈവം, ഇവൾക്കൊരു സ്വഭാവ വ്യത്യാസം കൊടുത്ത ദൈവം എന്നിലും മാറ്റം വരുത്തുമെന്ന് ചിന്തിക്കാനിടയാകും. തന്മൂലം ദൈവനാമം മഹത്വപ്പെടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, കരുണയ്ക്ക് വേണ്ടി യാചിച്ചു കൊണ്ടിരിക്കുക, നിലവിളിച്ചു കൊണ്ടിരിക്കുക, പാപത്തെ ഓർത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുക. അവൻ നിങ്ങളെ ഉയർത്തും. അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി. ദൈവത്തിന് സ്തോത്രം. നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മെ കയറ്റുകയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ സമയത്ത് എനിക്കൊരു ചെറിയ ആശയുണ്ട്. ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് പറയട്ടെ. ഒരാഗ്രഹം എനിക്കുണ്ട്. ഇതുവരെയും തോൽവി അടഞ്ഞവർ, ഇതുവരെയും ജീവിതത്തിൽ പരാജയപ്പെട്ടവർ, ഇതുവരെയും മനസ്സിൽ സമാധാനം കിട്ടാത്തവർ, ഞാൻ എന്തിനു ജീവിക്കുന്നു എന്നോർത്ത് മനസ്സ് പതറിക്കഴിഞ്ഞവർ, നിരാശയുടെ അടിത്തട്ടിലേക്ക് പോയവർ, പല പല കാരണങ്ങളാൽ നിരാശപ്പെട്ട് വലഞ്ഞു പോയവർ, എൻ്റെ ദൈവമേ, ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കുമോ? ആ സ്നേഹനിധി വന്നിട്ടുണ്ട്. ആ യേശു നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നുണ്ട്. അവൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സമീപത്തേക്ക് വന്ന് അവൻ വളരെ എളിമയോടെ നിങ്ങളുടെ നേരെ കരം നീട്ടി നിൽക്കുകയാണ്. അവൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ നേരെ നീട്ടിയിട്ടുണ്ട്. ആ കരത്തിലേക്ക് മകനെ ഇനി ഒട്ടും വൈകാതെ നിൻ്റെ ജീവിതം നീ അങ്ങ് വെച്ചു കൊടുക്കുക. കർത്താവിനോട് നീ പറയുക, കർത്താവേ, വിലപ്പെട്ടതൊന്നും തരാൻ എൻ്റെ കയ്യിലില്ല കർത്താവേ. വിലപ്പെട്ടതെല്ലാം ഞാൻ പിശാചിന് കൊടുത്തുപോയി കർത്താവേ. എല്ലാം നഷ്ടപ്പെടുത്തി കർത്താവേ. സാത്താനെല്ലാം ഞാൻ കൊടുത്തുപോയി കർത്താവേ. എൻ്റെ ദൈവമേ, എന്നാൽ നഷ്ടശിഷ്ടമായ ഒരു ചെറിയ ആയുസ് എനിക്കുണ്ട്. നഷ്ടപ്പെട്ടതിന് ശേഷം ശേഷിച്ച് കിട്ടിയ ഒരു ചെറിയ ആയുസ്, ഒരല്പകാലം എനിക്കുണ്ട്. ഈ ജീവിതം ഞാനിപ്പോൾ നിൻ്റെ കരങ്ങളിലേക്കും തന്നുകൊള്ളട്ടെ കർത്താവേ. നീ ഇതൊന്ന് വാങ്ങാമോ? മുടിയൻ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത പിതാവ്, പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ പന്നിയെ മേച്ച് ആ വിദേശത്തിലെ പ്രഭുവിൻ്റെ അടിമവേല ചെയ്ത് മനം മടുത്ത് മടങ്ങി വന്നവനെ സ്വീകരിച്ച ദൈവം ഇപ്പോൾ നിങ്ങളെ സ്വീകരിപ്പാൻ നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. അവൻ്റെ കരം നിങ്ങളുടെ നേരെ നീട്ടിയിട്ടുണ്ട്. മകനെ, നിന്റെ ജീവിതം അവൻ്റെ കരങ്ങളിലേക്ക് വെച്ച് കൊടുത്തുകൊള്ളൂ. മകളെ, നിന്റെ ഭാവി അവൻ്റെ കരങ്ങളിലേക്ക് വെച്ച് കൊടുത്തുള്ളൂ. അവൻ നിന്നെ ഒന്ന് വിശുദ്ധീകരിക്കട്ടെ. അവൻ നിന്നെ ഒന്ന് വാഴ്ത്തട്ടെ. അവൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. അവൻ്റെ തൃക്കരം നിന്റെ ശരീരത്തിൽ നിന്ന് വെക്കട്ടെ. ആ തൃക്കരത്തിൽ നിന്ന് അനുഗ്രഹ സമൃദ്ധി നിന്റെ മേൽ ഇപ്പോൾ പ്രവഹിക്കട്ടെ. അവൻ്റെ കരത്തിൽ നിന്ന് തിരുരക്തത്തിന്റെ ശക്തി നിന്റെ തലച്ചോറിൽ നിറഞ്ഞിട്ട് അത് നിന്റെ സിരകളിലൂടെ ഒഴുകിയിട്ട് നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞിട്ട് നിന്നെ ആകമാനം മാറ്റിമറിക്കട്ടെ. ജീവിതം മുഴുവൻ സംശോഭിതമാകട്ടെ. ജീവിതം മുഴുവൻ പ്രകാശ ശോഭിതമാകട്ടെ. ജീവിതം മുഴുവൻ പ്രകാശമേതുരമാകട്ടെ. ജീവിതം മുഴുവൻ അനുഗ്രഹ സമൃദ്ധിയുള്ളതായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, അൻപുള്ള പിതാവേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹത്തിൻ്റെ ദൂതനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ജീവനുള്ള ദൈവമേ, ജീവനുള്ള ദൈവമേ,
വൃക്ഷത്തലപ്പുകളിൽ പൊടിമഴ പെയ്യുന്നത് പോലെ കരുണയുള്ള കർത്താവേ, ഇലത്തലപ്പുകളിൽ ദൈവമേ മഞ്ഞ് പൊഴിയുന്നത് പോലെ അനുഗ്രഹ സമൃദ്ധി ഞങ്ങളുടെ മേൽ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തർക്കും ഒരു പുതിയ ശക്തി നൽകണമേ, പുതിയ പ്രകാശം നൽകണമേ, പുതിയ പ്രത്യാശ നൽകണമേ, പുതിയ ശാന്തി നൽകണമേ, പുതിയ കുടുംബ സമാധാനം നൽകണമേ, ഭാവി ജീവിത ഐശ്വര്യങ്ങൾ നൽകണമേ, ശോഭനമായ ഭാവി നൽകണമേ. സമാധാനത്തിന് സമൃദ്ധിയിൽ നിന്നെ ആരാധിപ്പനിടയാക്കണമേ. സന്തോഷ സമൃദ്ധിയിൽ നിന്റെ വരവിന് വേണ്ടി കാത്തിരിപ്പനിടയാക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ യാചിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ.